വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ ചെയ്ത് ബേസ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസ് ഓൺ വി പി, അതായത് ബേസ് റെസ്റ്റിംഗ് ഓൺ വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ വി പിയിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ചെയ്യുക. എച്ച് പിയിൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കതുകൊണ്ട് തന്നെ വി പിയിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ: A cylinder 40 mm diameter and 50 mm axis is resting on one point of a base circle on VP, while its axis makes an angle of 45 degree with VP and front view of axis 35 degree with HP. Draw its projections. നേരത്തെ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ സിലിണ്ടറിൻ്റെ ഡൈ ഹൈറ്റ്, അതായത് ആക്സിസിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. റെസ്റ്റിംഗ് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസ് സർക്കിൾ റെസ്റ്റിംഗ് ഓൺ വൺ പോയിന്റ് ഓഫ് എ ബേസ് സർക്കിൾ ഓൺ വി പി, അതായത് ബേസ് സർക്കിളിലെ ഒരു പോയിന്റിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വൈൽ ആക്സിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് വി പി, അതായത് വി പിയുടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ എച്ച് പിയുടെ കണ്ടീഷൻ: ഫ്രണ്ട് ഓഫ് ആക്സിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ്, അതായത് ഫ്രണ്ട് ഓഫ് ആക്സിസ് 35 ഡിഗ്രി വിത്ത് എച്ച് പി. ഓക്കെ, അപ്പം വി പിയുടെ ആംഗിൾ ഉണ്ട്, എച്ച് പിയുടെ ആംഗിൾ ഉണ്ട്, രണ്ട് കണ്ടീഷൻസും ഉണ്ട്. വി പിയിൽ റെസ്റ്റ് ചെയ്യുന്ന സിലിണ്ടറാണ്. ഓക്കെ, അപ്പോൾ സിലിണ്ടർ ആകുമ്പോൾ ആകെ ഒറ്റ ബേസ് ഫിഗറേ ഉള്ളൂ വി പിയിൽ റെസ്റ്റ് ചെയ്യുന്ന കേസിൽ. വി പിയിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നേരത്തെ കാണിച്ച പോലെ വി പിയിൽ റെസ്റ്റ് ചെയ്യുമ്പം ബേസ് കാണുന്നത് ഫ്രണ്ട് വ്യൂവിലായിരിക്കും ബേസ് വിസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ബേസ് ഫിഗർ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബേസ് ഫിഗർ നമുക്കറിയാം, ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു സർക്കിളായിരിക്കും, ടോപ്പിൽ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് ഫ്രണ്ട് വരയ്ക്കാം. സർക്കിളിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട് 40 mm ആണ് ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ 20 mm റേഡിയസിൻ്റെ ഒരു സർക്കിളായിരിക്കും. ഫസ്റ്റ് 20 mm റേഡിയസിൻ്റെ ഒരു സർക്കിളായിരിക്കാം. അതായിരിക്കും എൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുക. ഫ്രണ്ട് വ്യൂ സർക്കിളാണ്. ദെൻ നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ. ടോപ്പ് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ഈ സർക്കിളിനെ നേരത്തെ ചെയ്ത പോലെ കോൺ ചെയ്ത കേസിൽ നമ്മൾ പറഞ്ഞത് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെങ്കിൽ 45 ഡിഗ്രി കറക്റ്റ് എടുത്ത് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആയാലും മതി. നമുക്ക് ജസ്റ്റ് പോയിന്റ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി. ഇത് തന്നെ എൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോകാം. ടോപ്പ് വ്യൂ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ടോപ്പ് റെക്റ്റാങ്കിൾ ആയിരിക്കും, ഇൻവേർട്ടഡ് റെക്റ്റാങ്കിൾ ആയിരിക്കും. ഓക്കെ, ആക്സിസിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് 50 mm. 50 mm ആക്സിസ് മാർക്ക് ചെയ്യും. ഈ പോയിന്റ്സിനെല്ലാം നമുക്ക് 50 mm ഹൈറ്റ് മാർക്ക് ചെയ്യാം. സോറി, ഇത് തിന്നായിട്ട് വരച്ചാൽ മതി. ഇടയ്ക്കത്തെ ലൈൻസ്, ഔട്ടർ ലൈൻസ് മാത്രം ഡാർക്ക് ആക്കേണ്ട ആവശ്യമുള്ളൂ, കാരണം ബാക്കിയെല്ലാം ഇമാജിനറി ലൈൻസാണ്. ഇതൊക്കെ ആക്ച്വലി തിന്നായിട്ട് കാണിച്ചാൽ മതിയായിരുന്നു. അതായത് ഈ ലൈൻ തിൻ ലൈനായിരുന്നു, നമ്മൾ തെറ്റിയത് തിക്കായിട്ട് മാർക്ക് ചെയ്ത് പോയതാണ്. ഈ ബേസ് ഫിഗറിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. നമുക്ക് നെയിം ചെയ്യാം. ബേസിൽ നിന്ന് തന്നെ നെയിം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. ABCDEFGH. ബ്രാക്കറ്റ് നമുക്കറിയാം PQ. ഓക്കെ, നമുക്കിപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയിട്ടുള്ളത് ABCD ആണ് എടുത്തത്. അപ്പോൾ ABCD ആണ് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ എങ്കിൽ ആ ബേസ് എന്ന് പറഞ്ഞാൽ താഴത്തെ ബേസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയത്. അതായത് ടോപ്പ് വ്യൂവിൽ അത് താഴെ ആയിരിക്കും വരിക. അതുകൊണ്ടാണ് ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയത്. കാരണം ഇവിടെ നിന്നാണല്ലോ ഒബ്സർവർ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ ഈ ബേസ് ആണ് ABCDയുടെ ബേസ്. ഇത് നമുക്ക് നെയിം ചെയ്യാം A', സോറി A' അല്ല, AB. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം
ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ബേസ് ഫിഗർ കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ അടുത്ത കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഒരു പോയിന്റിലാണ് റെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണം, ഈ റൈറ്റ് സൈഡിലുള്ള പോയിന്റിലേക്ക്, റൈറ്റ് സൈഡിൽ ഇതാണ്, ഈ പോയിന്റിൽ വേണം ഇത് റെസ്റ്റ് ചെയ്യുന്നത്. ഈ പോയിന്റ് നോക്കുമ്പോഴത്തേക്ക് ടി ആണ്. ഈ ടിയിൽ മാത്രമായിരിക്കണം ഇനി ടച്ച് വരേണ്ടത്. ജസ്റ്റ് ടി എക്സ് ലൈനിൽ നിൽക്കണം. ദെൻ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ആക്സിസ് ഇൻക്ലൈൻഡ്, ആക്സിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് പി. വി പിയിൽ റെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ഫിഗർ വരയ്ക്കുന്ന വി പിയുടെ കണ്ടീഷൻ, അതായത് ഇവിടെ വരയ്ക്കുന്നത് വി പിയുടെ കണ്ടീഷൻ വെച്ച് വേണം, ലാസ്റ്റ് വേണം എച്ച് പിയുടെ കണ്ടീഷൻ വെച്ച് വരയ്ക്കും. ഓക്കെ, അപ്പോൾ വി പിയുടെ കണ്ടീഷനാണ് അടുത്ത് അപ്ലൈ ചെയ്യേണ്ടത്. ആക്സിസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി വിത്ത് വി പി. ഓക്കെ, 45 ഡിഗ്രി ആംഗിളിൽ ആക്സിസ് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് 45 ഡിഗ്രി ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു 45 ഡിഗ്രി ലൈൻ മാർക്ക് ചെയ്ത് ഈ 45 ഡിഗ്രിയിലാണ് ആക്സിസ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ആക്സിസ് ഇൻക്ലൈൻ ചെയ്യിക്കുന്നതിന് ഈ ലൈൻ തന്നെ ഇൻക്ലൈൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അങ്ങനെയാണ് കുറച്ച് പാരലായിട്ട് ഇപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഇവിടെ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് 45 ഡിഗ്രി ലൈനാണ്, ഈ ലൈൻ വിടുക. 45 ഡിഗ്രി ലൈൻ. ദെൻ ഈ 45 ഡിഗ്രി ലൈനിൽ ആക്സിസ് വേണം. ആക്സിസ് 45 എന്ന് പറഞ്ഞാൽ ഈ എൻഡും 45 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ആ എൻഡിൽ 45 എടുത്ത് തന്നെ മാർക്ക് ചെയ്ത് പോവാം. റെക്റ്റാങ്കിൾ ആണല്ലോ, അപ്പം ഒരു സൈഡ് 45 എന്ന് പറഞ്ഞാൽ മറ്റേ സൈഡ് എന്തായിരിക്കും, ഡെഫിനറ്റ്ലി 45 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ആക്സിസിന് പകരം ആ ലൈനിലേക്ക് ഈ ഒരു ലൈൻ കൊടുത്ത് മാർക്ക് ചെയ്താലും മതി, കാരണം ആ ഒരു പോയിന്റിലുള്ള റെസ്റ്റ് ചെയ്യണമല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് വേണ്ട പോയിന്റ്സ്. T1 E1, T1 E1 ആയി. ദെൻ ഇവിടുന്ന് 90 ഡിഗ്രി എടുത്ത് ബാക്കി പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, രണ്ടിടത്ത് 90 ഡിഗ്രി എടുത്തു. നമുക്കൊരു ലെങ്ത് എടുത്ത് മാർക്ക് ചെയ്യാം. ഈ നാളെ നമുക്ക് വേണ്ട ലെങ്ത്, ടോട്ടൽ ലെങ്ത്. ഓക്കെ, ആ പോയിന്റ്സ് എല്ലാം കിട്ടി. ഇനി ഇവിടുത്തെ പോയിന്റ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ വേണ്ട പോയിന്റ്സ് എല്ലാം കിട്ടി. നമുക്ക് ഓരോ പോയിന്റ്സ് നെയിം ചെയ്ത് പോകാം. നേരത്തെ നമ്മൾ പറഞ്ഞു ബാക്കി ലൈൻസ് എല്ലാം തിൻ ലൈൻസ് ആണ് വേണ്ടത്. നമുക്ക് തിൻ ലൈൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് പോകാം. ഇനിയും ചെയ്യാം. ഇനിയും കംപ്ലീറ്റ് ആയി. ഈ ലൈൻ ശ്രദ്ധിക്കുക, ഈ ലൈൻ നമുക്ക് വേണ്ട ലൈൻ അല്ല.
ക്വസ്റ്റ്യൻ ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആക്സിസിൻ്റെ അവിടെ വേണം ഡയമെൻഷൻ ചെയ്യാൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആക്സിസിനാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്സിസിൻ്റെ അവിടെ നിന്ന് ലൈൻ വരച്ചിട്ട് വേണം ഡയമെൻഷൻ ചെയ്യാൻ. 45 ഡിഗ്രി. ഇപ്പോൾ ആക്സിസ് ഇൻക്ലൈൻഡ് 45 ഡിഗ്രി എന്നുള്ള കണ്ടീഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ അതിൻ്റെ ഫ്രണ്ട് വ്യൂയിലേക്ക് പോകും. നോർമലി HP ചെയ്യുന്നതിൻ്റെ അതേ റിവേഴ്സ് സ്റ്റെപ്സ് ആണ് VPയിൽ ബേസ് വരുമ്പം ചെയ്യുക. സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. ഓക്കെ, PQRS എന്നുള്ള ബേസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാം. P1 dash ജസ്റ്റ് ഒരു സെൻറ്ററോടെ മാർക്ക് ചെയ്യാം. O എന്നുള്ള സെൻറ്റർ. ദെൻ അടുത്ത ബേസ്. ഒരേ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്ത് പോകാം. A1 dash B1 dash ഓക്കെ. നമുക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ ആയി. ഇനി നമുക്കറിയാം ഏത് ബേസാണ് വിസിബിൾ. നമുക്കറിയാം ഈ ഡയറക്ഷനിലാണ് ഒബ്സർവറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് ABCD എന്നുള്ള ബേസ് ആയിരിക്കും വിസിബിൾ. അപ്പോൾ ABCD കംപ്ലീറ്റ് ഡാർക്ക് ആക്കാം. ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കർവായിട്ട് വേണം ജോയിൻ ചെയ്യാൻ. എല്ലാ പോയിന്റ്സിലും പാസ് ചെയ്യുന്ന രീതിയിൽ കർവ്ഡ് ഷേപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ഔട്ട്ലൈൻ ഡാർക്ക് ആക്കാം. ഓക്കെ, ഇത് V1ഉം ഇതായിരിക്കും എൻ്റെ ഔട്ട്ലൈനിൽ വരിക. ബാക്കി പോയിന്റ്സ് ഇത്രയാണ് എൻ്റെ ഔട്ട്ലൈൻ. ഓക്കെ, അപ്പോൾ ഔട്ട്ലൈൻ ഡാർക്കാക്കി നമുക്ക് വേണ്ട ബേസ് വിസിബിൾ ആക്കി. ബാക്കി ബേസ് PQRS ബേസ് ഡോട്ടഡ് ആക്കി മാർക്ക് ചെയ്യാം. ദെൻ ആക്സിസ് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഫിഗർ വരയ്ക്കണം. അടുത്ത ഫിഗർ വരയ്ക്കാൻ ആക്ച്വലി സ്പേസ് ഉണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇനി HP കണ്ടീഷനാണ്. ഫ്രണ്ട് ഓഫ് ആക്സിസ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി വിത്ത് HP. ഫ്രണ്ട് ഓഫ് ആക്സിസ് ഇൻക്ലൈൻഡ് 35 ഡിഗ്രി വിത്ത് HP ആണ് കണ്ടീഷൻ. മാക്സ് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഇവിടെ നിന്നൊരു 35 ഡിഗ്രി ലൈൻ വരയ്ക്കുക. ഫ്രണ്ട് ഓഫ് ആക്സിസ് ആണ്. അപ്പോൾ ആൽഫ തന്നെയാണ് ഡയറക്റ്റ് തന്നിരിക്കുന്നത്. അപ്പം നേരത്തെ ബീറ്റ കാൽക്കുലേഷൻ പോലെ ഇവിടെ ആൽഫ കാൽക്കുലേഷൻ ഒന്നും വേണ്ടി വരുന്നില്ല. കാരണം ഡയറക്റ്റ് ആൽഫയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് എടുത്ത് വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇനി സ്പേസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ ഈ ഇത്രയും ലെങ്ത് ഉണ്ട് ടോട്ടൽ. ഇത്ര ലെങ്ത് വരും ഇതിൽ എഴുതണം. അപ്പോൾ ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ P
ഓക്കെ, ഈ എൻ ടി നമുക്ക് വരച്ച് നോക്കാം. കാരണം ബാക്കി പോയിൻറ്റ്സ് പിയുടെ അവിടെ നിന്ന് ക്യൂ ഡബ്ല്യു ഒക്കെ മാർക്ക് ചെയ്യേണ്ടതാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ എൻഡ് പോയിന്റ് ആയിട്ട് ഫിക്സ് ചെയ്ത്. ദെൻ ആക്സിസ് ലെങ്ത് ആണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ആക്സിസിൻ്റെ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യണം. കീ 1 ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ബേസ് ചെയ്ത് ആക്സിസിലെ പോയിന്റ്, അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ആക്സിസ്. റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. O2 ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ E2 ആൻഡ് ദിസ് പോയിന്റ് P2. ഓക്കെ, ഇത്രയും പോയിന്റ്സ് കിട്ടി. നമുക്ക് വേണ്ടത് ബാക്കി കറസ്പോണ്ടിങ് പോയിന്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്യണം. ഇപ്പം ഓരോതിൻ്റെ ഡിസ്റ്റൻസ് ആയി നമുക്ക് മാർക്ക് ചെയ്യാം. ഏതായാലും ഒരു സെൻറ്റർ റെഫറൻസ് ആയിക്കൊണ്ട് O മാർക്ക് ചെയ്തു. ദെൻ ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് നെയിം ചെയ്ത് തന്നെ പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇത് പി ആണെങ്കിൽ ഇവിടെ നെയിമില്ല. ഇവിടെ ഓയുടെ ഇതെന്ന് പറയുന്നത് T2 ആണ്. ആൻഡ് ദിസ് വൺ വിൽ ബി A2. ഓക്കെ, അത് എങ്ങനെ വേണം വരയ്ക്കാം. ഇതിങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. എത്ര പോയിന്റ്സ് കിട്ടി? ഇവിടെ എല്ലാം നമുക്ക് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കേണ്ട പോയിന്റ്സ് ആണ്. ഇവിടെ നല്ല നമുക്ക് 90 ഡിഗ്രി ലൈൻസ് പെർപെൻഡിക്കുലേഴ്സ് ആണ് വരയ്ക്കേണ്ടത്. പിന്നെ നമുക്ക് ഓരോ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ആക്ച്വലി P2 എന്ന് പെർപെൻഡിക്കുലർ വേണ്ട. ദെൻ അടുത്ത ഡിസ്റ്റൻസ്, ഈ പെർപെൻഡിക്കുലറിൽ നിന്ന് വരുന്ന ഡിസ്റ്റൻസ് ഇവിടെയും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും വരിക. ഇതിനോട് സ്പേസ് ഇല്ല, കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യണ്ടായിരുന്നു. എന്നാൽ നമുക്കിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യാം. ദെൻ ഓയിലെ ഡിസ്റ്റൻസ് നോക്കാം. ജസ്റ്റ് എക്സ് ടച്ച് ചെയ്യാതെ കിട്ടി. ഇവിടെ നമുക്ക് ജസ്റ്റ് ആ ഒരു പോയിന്റ് കിട്ടി. ചെറിയ ഡിസ്റ്റൻസ് നേരത്തെ മാർക്ക് ചെയ്യായിരുന്നു.
ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട പോയിൻറ്റ്സ് എല്ലാം ആയി. ഒരു പോയിൻറ്റ്സ് നെയിം ചെയ്ത് പോകാം. ജസ്റ്റ് പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യട്ടെ. പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു. then ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇ ആണ്. ഡി സി A2 dash A B C D E F G2 dash H2 dash. എഫിനുള്ള സ്പേസ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ അങ്ങ് തൽക്കാലം എഫ് എടുക്കുകയാണ്. F2 dash കുറച്ചുകൂടെ അപ്പുറത്തായിരിക്കും എഫ് വരും. ഓക്കെ, നമുക്കറിയാം എ ബി സി ഡി ബേസ് ആയിരിക്കും വിസിബിൾ. അപ്പോൾ എ ബി സി ഡി ഡാർക്കായിട്ട് ജോയിൻ ചെയ്യാം. പോയിന്റ് കിട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഫിഗർ. സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഏകദേശം കംപ്ലീറ്റ് ആയി. നമുക്ക് ഔട്ട്ലൈൻ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ വേണ്ട ഫിഗർ നമ്മൾ അടുത്ത ഇൻക്ലിനേഷൻ വരച്ചു. അതായത് ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഈ ആംഗിൾ ഡയമെൻഷൻ ചെയ്യണം 35 ഡിഗ്രി. അതായത് എച്ച് പി ആംഗിളാണിത്, 35 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ്. ഇതിൻ്റെ ഫൈനൽ വ്യൂ, ഫൈനൽ ടോപ്പ് വ്യൂ. ഈ പോയിന്റ് നമുക്ക് ആ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ആയിപ്പോയത്. ഓക്കെ, ഓരോ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാം. ഫസ്റ്റ് എക്സ് ലൈനിലുള്ള പോയിന്റ് ടി. ഓക്കെ, ഇതിവിടെ തന്നെ വരും T2. ഞാൻ ബാക്കി പോയിന്റ്സ് നോക്കാം. ആക്ച്വലി ഇതായിരുന്നു പി. പോയിന്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കാം. P2 Q2 R2 S2 T2 ഇവിടെ ഉണ്ട്. then U2 V V പോയിന്റ് ആണ്. V2 W2. ഓക്കെ, ആ ബേസ് കൊണ്ട് കംപ്ലീറ്റ് ആയി. ആക്സിസ് കൊണ്ട് ലൊക്കേറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ആക്സിസ്.
O2 dash. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ആ ഒരു ബേസ് കംപ്ലീറ്റ് ആയി. ദെൻ അടുത്ത ബേസിലേക്ക് പോകും. G H ഏകദേശം അടുത്തടുത്ത് ഒരുപാട് പോയിന്റ്സ് വരും. വളരെ പോയിന്റ്സ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാം. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ശ്രദ്ധിച്ച് ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാം. A2 then B. B2. നമുക്ക് ഫൈനലി പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഷേപ്പ് വരിക. കാരണം ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ഓരോ പോയിന്റ്സും കറസ്പോണ്ടിങ്ങിൽ എടുത്തു. ഫസ്റ്റ് ABCD ബേസ് ഫുൾ വിസിബിളാക്കി ജോയിൻ ചെയ്തു. അതായത് ഈ ഡയറക്ഷനിൽ നോക്കുമ്പോഴത്തേക്കും കാണുന്ന ബേസാണ്, അപ്പോൾ അത് വിസിബിളാണ്. അപ്പോൾ അത് വിസിബിളാക്കി ജോയിൻ ചെയ്തു. ദെൻ ഔട്ട്ലൈൻ വരച്ചു. ദെൻ ഔട്ട്ലൈനുള്ള ലൈൻസ് എല്ലാം വിസിബിളാക്കി. ബാക്കി PQR സ്പേസ് എല്ലാം ഡോട്ടഡ് ആക്കി. പോയിന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അതായത് ഒരു 8 + 8 16 പ്ലസ് ആക്സിസ് കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 18 പോയിന്റ്സ് വരും. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്സ് എടുക്കുമ്പോൾ തെറ്റാതെ എടുക്കുക. പിന്നെ ഈ കർവ് വരയ്ക്കുന്നതൊക്കെ നിങ്ങളുടെ ഒരു സ്കില്ല് പോലെ ഇരിക്കുക. ചെറുതായിട്ട് വേരി ചെയ്താലും കുഴപ്പമില്ല. ഏകദേശം ആ ഒരു ഷേപ്പ് കിട്ടിയാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസ് VPയിലുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. സിലിണ്ടർ എടുക്കാൻ കാരണം നമ്മൾ ഇതുവരെ സിലിണ്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് ഒരു സിലിണ്ടർ തന്നെ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ബേസ് ഫിഗർ എപ്പോഴും ബേസ് VPയിലാണ് നമുക്കറിയാം ഫ്രണ്ട് വ്യൂലായിരിക്കും ബേസിൻ്റെ ഷേപ്പ് കിട്ടുക. ദെൻ ടോപ്പ് വ്യൂ ഇൻവേർട്ടഡ് ആയിരിക്കും, നമ്മൾ നേരത്തെ നോക്കി. ദെൻ നമ്മൾ വേണ്ട അടുത്ത VPയുടെ കണ്ടീഷൻ വേണം. നെക്സ്റ്റ് കൊടുക്കേണ്ട ഫസ്റ്റ് കൊടുക്കേണ്ട കണ്ടീഷൻ VPയുടെ ആണ്. ഓക്കെ, അപ്പോൾ VPയുടെ കണ്ടീഷൻ കൊടുത്തു. ഇവിടെ നമ്മൾ VPയുടെ കണ്ടീഷൻ ആക്സിസ് 45 ഡിഗ്രി ഇംഗ്ലണ്ട്, VPയുടെ കണ്ടീഷൻ കൊടുത്ത് ഫിഗർ വരച്ച്. ദെൻ HPയുടെ കണ്ടീഷൻ കൊടുക്കുക. HPയുടെ കണ്ടീഷൻ ആക്സിസ് ഫ്രണ്ട് വ്യൂ ഓഫ് ആക്സിസ് 35 ഡിഗ്രി ടു HP, അതായത് ആൽഫയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ബീറ്റ കാൽക്കുലേഷൻ ചെയ്ത പോലെ ആൽഫ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൽഫ എടുത്തു, ആ ഒരു ഫിഗർ വരച്ചു. ദെൻ താഴേക്ക് വരച്ച് ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് VPയിൽ ബേസ് VPയിൽ റെസ്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യുക. നേരത്തെ ചെയ്തതിന് സിമിലർ തന്നെയാണ്, ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ടോപ്പി അങ്ങോട്ട് ഇങ്ങോട്ട് മാറി, അത്രേ ഉള്ളൂ വ്യത്യാസം വന്നു. ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ VPയിലെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു.